പഞ്ചാബ് കിങ്സ് കഴിഞ്ഞ തവണത്തെ റണ്ണേഴ്സ് എല്ലാ തവണയും പോലെ അടിവാരത്ത് കിടന്ന് 2 പോയിന്റ് എല്ലാവർക്കും ദാനം ചെയ്ത ഒരു ടീം അല്ലായിരുന്നു കഴിഞ്ഞ തവണ. ദേ വേർ ദ ടീം ടു ബീറ്റ് കഴിഞ്ഞ തവണ അല്ലെ. എന്താണ് അവരെ അത്രയും സെറ്റപ്പിലോട്ട് നയിച്ചത്? റിക്കി പോണ്ടിങ് പിന്നെ ശ്രേയസ് അയ്യർ കോമ്പിനേഷൻ. ശ്രേയസ് അയ്യർ നമുക്കറിയാം 2020-ൽ, 2018-ൽ, 2024-ൽ എല്ലാ പുള്ളി ക്യാപ്റ്റനായിട്ട് നിന്ന് എല്ലാ ടീമിനെയും ഫൈനലിൽ എത്തിച്ചൊരു ഒരു ലീഡർഷിപ്പ്, ഒരു ബോണ്ട് ലീഡറാണ് ശ്രേയസ് അയ്യർ എന്ന് പറയുന്നത്. അത് വെറുതെ ലീഡ് ചെയ്യല്ല, ഈ ലീഡ്സ് ബൈ എക്സാമ്പിൾ. ഈ ഡൽഹിയിലാണെങ്കിലും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ടൈറ്റിൽ എടുപ്പിച്ചതാണെങ്കിലും ശരി, ഇപ്പൊ ഈ കിങ്സ് 11 പഞ്ചാബിനെ അല്ലെങ്കിൽ പഞ്ചാബ് കിങ്സിനെ ഫൈനലിൽ എത്തിച്ചപ്പോഴാണെങ്കിലും ശരി, അവരുടെ ടോപ്പ് റൺ ഗെറ്റേഴ്സിൽ ഒന്നായിരുന്നു ശ്രേയസ് അയ്യർ എന്ന് പറയുന്നത്. അത് പ്രൂവ് ചെയ്യുന്നത് അയ്യര് ഏതൊരു മാനേജ്മെന്റും ഏതൊരു സെറ്റപ്പിലും പുള്ളിയുടെ ലീഡർഷിപ്പ് സ്കിൽസ് പുറത്തെടുത്ത് ആ ടീമിനെ ഉയരങ്ങളിൽ എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു. പ്രഭ്സിമരൻ സിംഗ്, പ്രിയൻ ഷാരിയ പോലെ കിട്ടിലം പ്ലെയേഴ്സ് ആണ് അവർ കഴിഞ്ഞ തവണ കൊണ്ടുവന്നത്. അത് തന്നെയാണ് അവരെ ടോപ്പിൽ എത്തിച്ചത്. പിന്നെ അതുപോലെ തന്നെ അർഷ്ദീപ്, മാർക്കോ ജാൻസൺ, യുസ്വേന്ദ്ര ചഹൽ, ഫെർഗൂസൺ പോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ബോളിംഗ് ലൈനപ്പ്, അത് അവരെ ഒരുപാട് സഹായിച്ചു ഫൈനലിലെത്തി. ഇനി എന്താണ് അവർ പ്രധാന ചേഞ്ചസ് അവരുടെ ടീമിൽ വരുത്തിയിരിക്കുന്നത് ഈ വർഷത്തെ ഓപ്ഷന് ശേഷം? ജോഷ് ഇംഗ്ലീഷിനെ LSG ട്രേഡ് ചെയ്തു, പകരം അവർ കൂപ്പർ കോൺലിയെ എടുത്തു. അപ്പൊ കൂപ്പർ കോൺലി ജോഷ് ഇംഗ്ലീഷിന് അത്രയും ഒരു എക്സ്പ്ലോസീവ് ബാറ്റ്സ്മാൻ അല്ലെങ്കിലും ഹി ക്യാൻ ബാറ്റ് അല്ലെ. പിന്നെ അതുപോലെ വിശാൽ നിഷാദ് പോലെ ഒരു ലെഗ് സ്പിന്നർ. ഈ 2 ഇൻക്ലൂഷൻസ് ആണ് മെയിൻ ആയിട്ട് അവർ ഈ ഓപ്ഷനിലൂടെ നേടിയത്. പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചുള്ള അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ടോപ്പ് ഓർഡർ എന്ന് പറയുന്നത് മൊത്തം ഇന്ത്യൻ പ്ലെയേഴ്സ് ആണ്. അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇന്ത്യൻ പ്ലെയേഴ്സ്. അതുപോലെ അവരുടെ ഓൾറൗണ്ടേഴ്സ് മാർക്കസ് സ്റ്റോയിനിസും മാർക്കോ ജാൻസണും പോലത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയേഴ്സ്. ഇനി അവരെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവർക്ക് 9 വരെ ബാറ്റ്സ്മാൻമാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. 9 വരെ ബാറ്റ്സ്മാൻമാരെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് 7 ബോളിംഗ് ഓപ്ഷൻ അവർക്ക് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അത് എന്ന് പറയുന്നത് T20 ക്രിക്കറ്റിലെ ഇപ്പം ഒരു ലക്ഷറിയാണ്. ഇനി എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീക്ക്നെസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പൊട്ടൻഷ്യൽ ത്രെറ്റ് എന്ന് പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ പ്രഭ്സിമ്രൻ സിംഗിന് ഇഞ്ചറി വരികയോ അല്ല എങ്കിൽ പുള്ളിക്കൊരു മോശം ഫോമോ വരികയാണെങ്കിൽ ഒരു ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിട്ട് അവർക്ക് അധികം ഓപ്ഷൻസ് ഇല്ല. ആകെ ഉള്ളത് നമ്മുടെ മലയാളി വിഷ്ണു വിനോദാണ്. അപ്പൊ വിഷ്ണു വിനോദ് ഒരു ക്ലീൻ ഹിറ്റർ ആണ്. പക്ഷെ പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത്, പുള്ളി നേരത്തെ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ കൂടി പുള്ളിയുടെ ഓവറോൾ IPL സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് അത്ര ഇംപ്രസീവ് അല്ല. അപ്പം ആ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ അവര് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ അവർക്ക് ഒരു തെറ്റായിട്ട് വരാൻ സാധ്യത ഉള്ളത്. ബാക്കിയെല്ലാം അവര് ഓൾ ദ ബോക്സസ് ടിക്ക് ചെയ്തൊരു ടീമാണ്. അപ്പം പഞ്ചാബ് കിങ്സ് എന്ന് പറയുന്നത് അത്ര വലിയ ഫാൻ ബേസ് ഒന്നും ഇല്ലാത്തൊരു ടീമാണെങ്കിൽ കൂടി ദേ ആർ സീരിയസ് കണ്ടൻഡേഴ്സ് ഫോർ ദ ടൈറ്റിൽ. അവരെന്ന് പറയുന്നത് ക്ലിയർ ഫേവറേറ്റ്സ് ആണ്, വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആണ്. അപ്പം നമുക്ക് നോക്കാം അവര് ആദ്യമായിട്ട് കപ്പ് എടുക്കുകയോ ഇല്ലയോ എന്നുള്ളത്. അപ്പം വരാൻ സാധ്യതയുള്ള ഒരു പ്രോബബിൾ 11 എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം. പിന്നെ ഓപ്പണിംഗ് പ്രിയൻ ഷാരിയ, പ്രഭ്സിമ്രൻ സിംഗ്, ഓഫ് കോഴ്സ് അത് ചേഞ്ച് ആവത്തില്ല. പിന്നെ ഫോളോഡ് ബൈ നമ്മുടെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ, നെഹൽ വധേര, മിച്ചൽ ഓവൻ, മാർക്കസ് സ്റ്റോയിനിസ്, മാർക്കോ ജാൻസൺ, ശശാങ്ക് സിംഗ്. ശശാങ്ക് സിംഗിനെ കുറിച്ച് ഞാൻ പറയാൻ മറന്നുപോയി. ശശാങ്ക് സിംഗ് കഴിഞ്ഞ വർഷത്തെ ഫൈൻഡ് ഓഫ് ദി IPL ആയിരുന്നു. ആള് മാറി കയറിയതാണ്, പക്ഷെ പുള്ളി എന്താണ് കാണിച്ചതെന്ന് നമുക്കറിയാം അല്ലെ. പിന്നെ അതുപോലെ കൂപ്പർ കോൺലി, ലോക്കി ഫെർഗ്യൂസണും കൂപ്പർ കോൺലി ആയിട്ട് എനിക്കൊരു വ്യത്യാസമുണ്ട്. അതായത് ലോക്കി ഫെർഗ്യൂസനെ പോലെ ഒരു 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 വേൾഡ് ക്ലാസ് ബോളറിനെ എങ്ങനെയാണ് നമ്മൾ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക അല്ലെ. അപ്പം എന്റെ ഒരു 11 ഞാനാണ് പിന്നെ ശ്രേയസ് അയ്യറിന്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ വിത്തൗട്ട് എനി ഡൗട്ട് ലോക്കി ഫെർഗ്യൂസനെ ഇൻക്ലൂഡ് ചെയ്യും പ്ലേയിങ് 11. ഇനി നമുക്ക് കൂപ്പർ കോൺലിയെ ഇൻക്ലൂഡ് ചെയ്തുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് 9 ബാറ്റ്സ്മാൻമാരായിട്ട് 9 പേരെ കിട്ടും അല്ലെ. 9 ബാറ്റിംഗ് ഓപ്ഷൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 9 ബാറ്റിംഗ് ഓപ്ഷൻസ്, 7 ബോളിംഗ് ഓപ്ഷൻസും ഉണ്ടാവും. ഫോളോഡ് ബൈ അർഷ്ദീപ് സിംഗ് ആൻഡ് യുസ്വേന്ദ്ര ചഹൽ. അപ്പം ഈ ഒരു ലൈനപ്പിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ടൊന്ന് അറിയിക്കുക. അപ്പൊ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വരും ദിവസങ്ങളിൽ അടുത്ത ടീംസിന്റെ റിവ്യൂസ് ചെയ്യുന്നതായിരിക്കും. സോ ഡോണ്ട് മിസ് ഇറ്റ്.